ഈ ലോകത്തിലെ ജീവിതം എത്ര ക്ഷണികമാണ്. അത് മായ എന്ന തിരുവെഴുത്തിൽ നാം കാണുന്നു. മായയാകുന്ന ഈ ലോകത്തിൽ കാറ്റിൻ്റെ പിന്നാലെ കാറ്റിനെ പിടിക്കുവാൻ ഓടുന്നത് പോലെയാണ് ലോകത്തിൻ്റെ പിന്നാലെ മനുഷ്യൻ പായുന്നത്. എന്നാൽ ഈ ലോകം നശ്വരമാണെന്നും ഇവിടെ പാർക്കുന്ന ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണം എന്നും ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ജീവിതം ക്ഷണികമാണെങ്കിൽ, മരണം നിശ്ചയമാണെങ്കിൽ, ഏത് നേരത്തും ഏത് പ്രായത്തിലും ഏത് സ്ഥലത്ത് വെച്ചും മരണം വ്യക്തികളെ പിടിക്കുമെങ്കിൽ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നമ്മുടെ മുമ്പിൽ വരുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഏത് സമയത്തും ഒരുക്കമുള്ളതായിരിക്കണം. ഇന്ന് മനുഷ്യൻ്റെ സ്വഭാവം വല്ലാതെ വികൃതമായിരിക്കുന്നു. പകയും വൈരാഗ്യവും ക്ഷമിക്കാത്ത ഹൃദയവും മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് മനുഷ്യരെല്ലാവരും. ദൈവത്തെ അറിയുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ പോലും ആത്മീയ മൂല്യച്യുതികൾ കണ്ടുവരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഇവിടെ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള പകയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ ആ വ്യക്തിയോട് ഉള്ളിൽ ഒരസ്വസ്ഥത തോന്നാറുണ്ടോ? അവൻ്റെ വിജയങ്ങൾ നമുക്ക് സഹിക്കുവാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണോ? നമ്മേക്കാൾ നന്നായി വേറൊരാൾ ശോഭിക്കുമ്പോൾ ഉള്ളിൽ പകവെച്ചുകൊണ്ട് അവന് ദോഷം സംഭവിക്കട്ടെ എന്ന് നാം ചിന്തിക്കുന്നവരാണോ? ആണെങ്കിൽ വളരെ ഗൗരവമുള്ളതാണ് ഇന്നത്തെ വചനം. അത് കൊലപാതകത്തിൻ്റെ ആരംഭമാണ്. കൊലപാതകത്തിൻ്റെ ആരംഭമാണ്. ഹൃദയത്തിൽ ആണ് പക ആരംഭിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വിരോധങ്ങൾ, അത് മനസ്സിൽ ക്ഷമിക്കാത്ത ഒന്നായി വളരുമ്പോൾ നാശത്തിലേക്ക് നമ്മെ അതെത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. സഹോദരനെ പകയ്ക്കുന്നവൻ, അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൊലപാതകൻ ആകുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു 3:14, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. ലോകം നിങ്ങളെ പകയ്ക്കുന്നു, പക്ഷെ നിങ്ങൾ ആരെയും പകയ്ക്കുവാൻ പാടില്ല. ലോകത്തിനെന്തും ചെയ്യാം, ലോകത്തിൻ്റെ വഴിയല്ല നിങ്ങളുടെ വഴി. ലോകത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ളവരല്ല നിങ്ങൾ. ലോകത്തിലെ മനുഷ്യനാർക്കും ആരെയും പകയ്ക്കാമെന്നാൽ സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, അതായത് ലോകത്തിലെ മനുഷ്യൻ നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. ഇവിടെ മരണമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശാരീരിക മരണമല്ല, ആത്മീയ മരണമാണ്. സ്നേഹിപ്പാൻ തുടങ്ങിയ ഒരു ജീവിതം, പകയ്ക്കുന്നവരെ പോലും സ്നേഹിപ്പാൻ തുടങ്ങിയതുകൊണ്ട് നാം ജീവനിലാണ് എന്ന് നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ ഇപ്പോഴും മരണത്തിലാണ് വസിക്കുന്നത്. ആ മരണം ആത്മീയ മരണമാണ്, ദൈവത്തോടുള്ള വേർപാടാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവൻ ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇന്നത്തെ വചനം. അതുകൊണ്ട് നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. പക ഉള്ളിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാവുക. പക വിട്ടുകളയുക, ക്ഷമ സ്വീകരിക്കുക.
സ്നേഹത്തിൽ ജീവിക്കുക. പക മനുഷ്യനെ കൊലപാതകനാക്കും. സ്നേഹം മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളാക്കും. സ്നേഹമാണ് ഇന്ന് മനുഷ്യർക്ക് ആവശ്യമായിരിക്കുന്നത്. സ്നേഹം കൊടുക്കുമ്പോൾ, പക വിട്ടുകളയുമ്പോൾ അവിടെ ആത്മീയമായ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ലോകം പഠിപ്പിക്കുന്നത് വേദനിപ്പിച്ചവനെ തിരിച്ചടിക്കുക, അപമാനിച്ചവനെ പ്രതികാരത്തിലൂടെ കണക്ക് തീർക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വഴി വ്യത്യസ്തമാണ്. ദൈവം പറയുന്നു, സ്നേഹിക്കുക, ക്ഷമിക്കുക. പക ഉള്ളിടത്ത് സമാധാനമില്ല, പക ഉള്ളിടത്ത് സന്തോഷമില്ല, പക ഉള്ളിടത്ത് ദൈവമില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമല്ല. ആ ജീവൻ ഇന്നത്തെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഇത് ഒരിക്കലും ഒരു ഭീഷണിയല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഹൃദയത്തിൽ പക നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ആ ഹൃദയത്തിൽ ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ പകയും നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുകയും ക്ഷമയെ സ്വീകരിക്കുകയും സ്നേഹത്താൽ നിറയപ്പെടുവാൻ സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവേ, ഈ ലോകം ഞങ്ങളെ പകയ്ക്കുന്നു, എന്നാൽ ലോകത്തിൽ ആരെയും പകയ്ക്കുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ. അതിനുള്ള കൃപ എല്ലാവർക്കും നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.